ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പതറി ഇരിക്കാതെ നിവർന്നു നിന്ന് ആ പ്രതിസന്ധിയെ നേരിടാൻ ജനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാനൊരു MP ആയാലും ചെയ്യും, ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിടുക. അയ്യോ, കേരളത്തിൻ്റെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചർ കരച്ചിലിൻ്റെ വക്കോളമാണല്ലോ. എന്താണ് കാരണം? തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിനോടനുബന്ധിച്ച് കോൺഗ്രസ്സുകാരും പ്രത്യേകിച്ച് ഷാഫി പറമ്പിലും അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ ഈ KK ശൈലജയ്ക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നു എന്നാണ് ആരോപണം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ വലിയ വ്യക്തിഹത്യ നേരിടേണ്ടി വരുന്നത് എന്നാണ് അവർ പറയുന്നത്. പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഇനി എന്താണ് ഈ വ്യക്തിഹത്യ? നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന ചില ട്രോളുകളും മറ്റുമൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അത് 550 രൂപയുടെ PP കിറ്റ് 5500 രൂപയ്ക്ക് ഒരു കടലാസ് കമ്പനിക്ക് ഓർഡർ കൊടുത്തതിനെ പറ്റിയൊക്കെയുള്ള വിവാദമുണ്ടായിരുന്നു. ആ വിവാദങ്ങൾ ഉയർന്ന സമയത്ത് ആ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുകയുണ്ടായി ഈ മുൻ ആരോഗ്യമന്ത്രി. ഇനി അതിനെപ്പറ്റിയുള്ള ട്രോളാണെങ്കിൽ അതൊരിക്കലും വ്യക്തിഹത്യ എന്ന ഗണത്തിൽ പെടത്തില്ല. അത് ട്രോളാണ്, ആക്ഷേപഹാസ്യമാണ്. അതിനെയൊന്നും വ്യക്തിഹത്യയായിട്ട് കൂട്ടാൻ പറ്റില്ല. ഇനി മറ്റൊരു ട്രോളും കാണാറുണ്ട്. അമേരിക്കയിൽ നിന്ന് മാസ്കിന് വേണ്ടി വിളിച്ചെന്നും ഇവിടെ മാസ്ക് ഉണ്ടെങ്കിൽ കുറച്ച് അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ നേരത്തെ ചില ബൈറ്റും മറ്റുമൊക്കെ കൊടുത്തിരുന്നു കോവിഡ് കാലത്ത്. അത് തള്ളിമറിക്കലാണ് എന്ന് പറഞ്ഞ് ചില ട്രോളന്മാർ അതിലെ ഇരുന്ന് ട്രോളാറുണ്ട്. കാര്യം അമേരിക്കയിലുള്ളവർ അവർക്ക് അവിടെ മാസ്ക് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കേരളത്തിലുള്ള മന്ത്രിയോടൊക്കെ വിളിച്ച് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർ കൂടി ഒരു സാമാന്യ ഒരു ലോജിക്ക് വേണ്ടേ ഇതൊക്കെ വിശ്വസിക്കാൻ. അപ്പോൾ അത് തള്ളായിരുന്നു. പിന്നീട് ട്രോളന്മാർ അതിനെയും എടുത്തിട്ട് എയറിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും ഒരു വ്യക്തിഹത്യയായിട്ട് കൂട്ടാൻ പറ്റില്ല. ഇനി അവരുടെ ഏതെങ്കിലും രഹസ്യമായിട്ടുള്ള പേജുകളിലോ മറ്റുമൊക്കെ ഇനി അവിടെ ബോംബ് പൊട്ടിയ പ്രമാണിച്ച് ബോംബമ്മ എന്ന പേരിൽ വല്ല വിളിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇനി മറ്റെന്തെങ്കിലും അശ്ലീല പരാമർശമോ മറ്റോ ചേർത്ത് നിങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള 2-3 കാര്യങ്ങളാണ് ട്രോളായി മറ്റുമൊക്കെ കാണാറുള്ളത്. അതൊരിക്കലും വ്യക്തിഹത്യയുടെ ഗണത്തിൽപ്പെടുത്താവുന്നതല്ല. വ്യക്തിഹത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആന്തൂറിലെ സാധനമില്ലേ, നിങ്ങൾ മറന്നു കാണത്തില്ലല്ലോ. പാർട്ടിക്കാരെല്ലാവരും കൂടെ മാനസികമായിട്ട് പീഡിപ്പിച്ച് ഒടുവിൽ അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വന്ന മനുഷ്യനാണ്. ഒരുപാട് കാലം കഷ്ടപ്പെട്ട് കുറച്ച് കാശുണ്ടാക്കി നാട്ടിൽ വന്നിട്ട് ഒരു സംരംഭമൊക്കെ തുടങ്ങി മര്യാദയ്ക്ക് ജീവിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ആ മനുഷ്യനെ കൊണ്ട് അത് നിങ്ങൾ അനുവദിച്ചില്ല. ഒടുവിൽ അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അയാളുടെ ഭാര്യയെപ്പറ്റി നിങ്ങളുടെ തന്നെ പത്രമായിട്ടുള്ള ദേശാഭിമാനി വഴി എന്തൊക്കെ അപവാദ പ്രചരണങ്ങളാണ് നടത്തിയത്. അവർക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന തരത്തിൽ വരെ പ്രചരണം നടത്തിയിരുന്നു. അതിനെയൊക്കെയാണ് വ്യക്തിഹത്യ എന്ന് പറയുന്നത്. അല്ലാതെ ശൈലജ ടീച്ചറിനെ എതിരെ ഇതുപോലെ ട്രോൾ ഇറക്കുന്നതിനല്ല വ്യക്തിഹത്യ പറയുന്നത്. ഇതും പോരാങ്കിൽ സുരേഷ് ഗോപിയെപ്പറ്റി എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. അങ്ങനെ നിങ്ങൾ എതിരാളികളായി നിർത്തിയിരിക്കുന്ന ഓരോ ആളുകൾക്ക്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ പ്രായമോ കുടുംബമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നിങ്ങൾ അങ്ങേയറ്റം വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെയാണ് വ്യക്തിഹത്യ എന്ന് പറയുന്നത്, അല്ലാതെ ഇതിനെയല്ല. ഏറ്റവും ഉദാഹരണമായിട്ട് മറിയക്കുട്ടി എന്ന ആ അമ്മ 80 വയസ്സുകാരി അമ്മയെ നമുക്കെല്ലാവർക്കും അറിയാം. അവർക്ക് 80 വയസ്സിന് മുകളിലായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ അവരുടെ പേരിൽ പോലും നിങ്ങൾ ഓരോ കഥകൾ ഉണ്ടാക്കിയേനെ. അപ്പോൾ അതൊക്കെയാണ് ശൈലജ ടീച്ചറെ ഈ വ്യക്തിഹത്യ എന്ന് പറയുന്നത്. അല്ലാതെ 550 രൂപയുടെ PP കിറ്റ് 5500 രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടലാസ് കമ്പനിക്ക് ഓർഡർ കൊടുത്തതും അതിനെ കളിയാക്കുന്നതൊന്നുമല്ല വ്യക്തിഹത്യ. അമേരിക്കക്കാർ മാസ്ക് ചോദിച്ചു എന്ന് പറഞ്ഞ് കോവിഡ് റാണി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നതല്ല വ്യക്തിഹത്യ. അതാദ്യം മനസ്സിലാക്കുക. അത് തിരഞ്ഞെടുപ്പ് സമയമാകുമ്പം എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും ഇതേപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ പരാതി കൊടുത്തിരുന്നല്ലോ ഇവിടുത്തെ പോലീസിൽ. ആ പോലീസ് മന്ത്രി എന്താണ് പറയുന്നത് അതിനെപ്പറ്റി എന്നുകൂടി ഒന്ന് കണ്ടു നോക്ക്. അതേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മാത്രമല്ല, എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ ഒരു പ്രത്യേക രീതിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കും. കണ്ടല്ലോ പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? ശൈലജയ്ക്കെതിരെ മാത്രമല്ല എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് എന്ന തരത്തിൽ വളരെ ലളിതവൽക്കരിച്ച് ഒരു പുച്ഛഭാവത്തോടെ അതിനെ തള്ളിക്കളയുക മാത്രമാണ് ചെയ്തത്. ഒരു കാര്യം ശൈലജ മനസ്സിലാക്കുക, ഒതുക്കാൻ വേണ്ടി തന്നെയാവും വടകര സീറ്റിലേക്ക് KK ശൈലജനെ അങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. തോൽപ്പിച്ചൊരു മൂലയ്ക്കാക്കുക എന്നതായിരിക്കാം ഒരുപക്ഷെ പിണറായിയുടെ ലക്ഷ്യവും. അത് നടത്താൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാവാം എന്തെങ്കിലും വിവരങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ചോർത്തി കൊടുക്കുന്നത്. അത് അവർ വെച്ചിട്ട് ട്രോളാക്കുന്നുണ്ടെങ്കിൽ മാറിയിരുന്ന് കരയുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നു എന്ന് പറയുന്നു. ലോകത്തിലെ ഏക വ്യക്തിയാണ്, കോവിഡ് സമയത്ത് ജനങ്ങളുടെ കൂടെ നിന്ന ഏക വ്യക്തിയാണ് KK ശൈലജ. ബാക്കിയുള്ള നേതാക്കളെല്ലാം കോവിഡ് വന്ന സമയത്ത് കണ്ടം വഴി ഓടുകയായിരുന്നു. രൂപക്കൂട്ടിൽ പിടിച്ചിരുത്തേണ്ട ആളാണ് കേട്ടോ ഈ KK ശൈലജ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് മഹാരാഷ്ട്രയിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കേരളമാണ്. 50,000 കഴിഞ്ഞപ്പോഴേക്കും പിന്നെ
കണക്ക് കൊടുക്കുന്നത് അങ്ങ് സംസ്ഥാനം നിർത്തി. അതാണ് ഇവരുടെ പ്രതിസന്ധി ഘട്ടത്തിലെ കൈത്താങ്ങ് എന്ന് പറയുന്ന സംഗതി. തുടക്ക സമയത്ത് കുറേ തള്ളിമറിക്കലുണ്ടായിരുന്നു. പിന്നീട് പിടിവിട്ടങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദിവസവും 10ഉം 100ഉം 200ഉം പേര് വെച്ച് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, മരണപ്പെട്ടുകൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. അതിനെ മുൻനിർത്തിയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ താങ്ങായിട്ട് നിന്നു, MP ആയിട്ട് നിൽക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്തംഗമികൾ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.